ഹരിമോഹൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണോ ഇന്റലിജൻസ് റിപ്പോർട്ട്? അതോ വേണ്ടത്ര മുൻകരുതൽ എടുക്കാൻ കഴിയാതെ പോയത് മുന്നറിയിപ്പ് കിട്ടാഞ്ഞിട്ടാണോ? ഇതിൽ ജൂനിയറായിട്ടുള്ള IPS ഉദ്യോഗസ്ഥനെ DCP ഒക്കെ കുരുതി കൊടുത്ത് രക്ഷപ്പെടാമെന്നുള്ളതാണോ? അതിലൊരു അതൃപ്തി ഉണ്ടെന്നൊക്കെ അറിയുന്നു. എന്തായാലും വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് തന്നെയല്ലേ റിപ്പോർട്ട്? അരുൺ, അങ്ങനെ തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അതായത് ഈ നേരത്തെ മുന്നറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ട് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാദം ഇവിടെ നിലനിൽക്കില്ല. കാരണം ഈ വരുന്ന വഴിക്ക്, അതായത് രാവിലെ റെയ്ഡിനായിക്കൊണ്ട് ED ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ പറയുന്ന പ്രതിഷേധം ഉണ്ടായതെങ്കിൽ ശരിയാണ്, അവിടെ ആ സമയത്ത് അറിയിപ്പ് കിട്ടിയില്ല എന്നുള്ള വാദം നിലനിൽക്കും. പക്ഷേ ഇതങ്ങനെയല്ല. 8 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വേണ്ടത്ര സുരക്ഷ ഒരുക്കാനും അവിടെ ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി വേണ്ടത്ര സുരക്ഷ കൊടുക്കാനും ഒക്കെ തന്നെ കഴിയുമായിരുന്നു. പക്ഷേ ഇതവിടെ ഉണ്ടായില്ല. കാരണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അവധിയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരം റേഞ്ച് DIG ആണ് ചുമതല ഏൽപ്പിച്ചത്. ആ റേഞ്ച് DIG ആ സംഭവ സ്ഥലത്തേക്ക് വന്നില്ല. IG, ദക്ഷിണ മേഖല IG ആയിട്ടുള്ള സ്പർജൻ കുമാർ സ്ഥലത്തേക്ക് വന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ജൂനിയർ ആയിട്ടുള്ള DCP മാത്രമാണ്. അതുകൂടാതെ ഉണ്ടായിരുന്നത് മ്യൂസിയം പോലീസിന്റെ ചുമതല ഉണ്ടായിരുന്ന SHO, അതായത് ഒരു IPS ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇത്രയധികം സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ ആ സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർ ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഈ പ്രതിഷേധക്കാർ അവിടെ ഉണ്ടെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവർക്ക് അവിടെ നിന്ന് പൈലറ്റും എസ്കോർട്ടും അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പുറത്തേക്ക് അയക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമായിരുന്നു. അതും ചെയ്തു കൊടുത്തില്ല. അതായത് പ്രതിഷേധക്കാർക്ക് ആ വാഹനത്തിലേക്ക് കൃത്യമായി ഈ കല്ലും വടികളും അടക്കം എറിയാനും അവർക്ക് കൈകൊണ്ട് പോലും ചില്ലുകൾ അടിച്ചു പൊട്ടിക്കാനുമുള്ള സൗകര്യം അവിടെ ഉണ്ടായി. അതായത് കൃത്യമായ ഒരു പോലീസ് വിന്യാസം അവിടെ ഉണ്ടായിട്ടില്ല. അത് മണിക്കൂറുകൾ എടുത്ത് അവിടെ ചെയ്യാൻ കഴിയുമായിരുന്നൊരു സാഹചര്യം നിലനിന്നിട്ട് പോലും അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ആക്രമിച്ച അതായത് ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രവർത്തകരെ സംഭവ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കാമെങ്കിലും അതും ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഒരേ ഒരാളെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതും ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നല്ല, തൊട്ടപ്പുറത്ത് 1/2 കിലോമീറ്റർ മാറി ബേക്കറി ജംഗ്ഷനിൽ മറ്റൊരു സംഘർഷം ഉണ്ടായപ്പോൾ മാത്രമാണ് അയാളെ കസ്റ്റഡിയിലെടുത്തത്. അതായത് സംഭവ സ്ഥലത്ത് നിന്ന് ഒരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വലിയൊരു വീഴ്ച തന്നെയായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ഇക്കാര്യത്തിൽ ഒരു വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പോയിരിക്കുന്നത്.